ഡോക്ടർ സന്ദീപ് പി എൻ ക്രിമിനോളജിസ്റ്റ് ഉണ്ട് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഡോക്ടർ സന്ദീപ്, ആദ്യത്തെ കൊലപാതകം ബിന്ദു പത്മനാണെന്ന് ഇരിക്കട്ടെ, അതായത് സെബാസ്റ്റ്യനാണ് ഈ കൊല നടത്തിയതെന്നിരിക്കട്ടെ, ഈ സെബാസ്റ്റ്യൻ നടത്തിയ ആദ്യത്തെ കൊല ബിന്ദു പത്മനാഭനാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അന്ന് സെബാസ്റ്റ്യൻ്റെ പ്രായം 52 വയസ്സാണ്. 16 വർഷങ്ങൾക്ക് മുൻപാണ് ബിന്ദുവിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ നടന്ന തിരോധാനം, ഇപ്പോൾ ഐഷയുടെ തിരോധാനം, അത് നടന്നിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അതായത് 65 വയസ്സിന് ശേഷമായിരിക്കണം ഇയാളാണ് കൊലപ്പെടുത്തിയതെങ്കിൽ സെബാസ്റ്റ്യൻ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 16 വർഷം മുൻപുള്ള ഒരു കൊലപാതകം, അതിനുശേഷം മറ്റൊരു തിരോധാന കേസ്, അതിലും മരണം സംഭവിച്ചിരിക്കാമെന്ന നമ്മുടെ അനുമാനം. മൂന്നാമത്തെ തിരോധാനം, അതിലും സെബാസ്റ്റ്യൻ്റെ പങ്ക്. കാരണം ഈ 3 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായുള്ള ബന്ധം തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു ക്രിമിനൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ? ഏത് തരത്തിലായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഏത് മാനസികാവസ്ഥയിലായിരിക്കും ഇത് കൊലപാതകമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അയാൾ ഈ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? 16 വർഷം പഴക്കമുള്ളത് തൊട്ട് തിരോധാന കേസുകളിലെ വിവരങ്ങൾ കണ്ടെത്തുക പോലീസിന് എളുപ്പമായിരിക്കുമോ? ഡോക്ടർ സന്ദീപ്, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് പരിശോധിക്കേണ്ടി വരിക? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ ഡോക്ടർ സന്ദീപ്, താങ്കളുടെ ഓഡിയോ കേൾക്കാൻ കഴിയുന്നില്ല. ജോർജ് ജോസഫ് സാർ, ഈ ഇതിനകത്ത് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആള്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 3 കൊലപാതകം. കേൾക്കാം ഡോക്ടർ സന്ദീപ്. ഒരു മിനിറ്റ് ജോർജ് ജോസഫ് സാർ, ഞാൻ വരാം. ഡോക്ടർ സന്ദീപ് പറയൂ, കേൾക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആന്റി സോഷ്യൽ ബിഹേവിയർ പ്രൊസസ് ചെയ്യുന്ന ഒരു ആളാണ്. അത് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പാറ്റേൺ എന്നല്ല നമുക്ക് കണക്കിലാക്കേണ്ടത്. ഈ വൈറ്റ് കോളർ ക്രൈം ചെയ്യുന്നവരും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒരു ടൈപ്പ് പ്രോസസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ ക്രൈംസും റേപ്പും ഒക്കെ ചെയ്യുന്നവരും, പക്ഷെ ഉദ്ദേശം വേറെ ആയിരിക്കാമെങ്കിലും റേപ്പൊക്കെയും ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി പ്രോസസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി വിവിധ തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതിലൊരു പ്രത്യേക തരം, അതായത് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇദ്ദേഹത്തിന്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി ഇപ്പോൾ ഈ 3 എണ്ണത്തിലും അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് ഇനി വരും കാലങ്ങളിലാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ മോഡസ് ഓപ്പറാൻഡി ഏകദേശം ഒന്ന് തന്നെയായിരിക്കും ഈ 3 എണ്ണത്തിലും നമുക്ക് കാണാനാകുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുമായി നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിൽ അത് തിരിച്ചറിയാൻ കഴിയില്ല. 6, 7, 8 വർഷം ഒക്കെ എടുത്താലും സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ അവരുടെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത്, തന്റെ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. നമ്മുടെ കൂടെ അവരുണ്ടാകും. അത് അവരുടെ ലക്ഷ്യത്തിന് മാത്രമായിട്ടാണ് എന്നുള്ളത് നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അത് അവർ നമ്മളുടെ കൂടെ തന്നെ നിന്ന് എല്ലാം നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനും അതിലെ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ഇതിനൊക്കെ ഇദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നുള്ളത് പറഞ്ഞു. കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നല്ല, ഇതിനൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുത്തതും ഒരുപക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഫിനാൻഷ്യൽ ഗെയിൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിനും ഇത്തരത്തിലുള്ള ക്രിമിനൽസ് തയ്യാറാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം, ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ പണം, ഇങ്ങനെ കിട്ടുന്ന, ഈ തട്ടിപ്പ് നടത്തി കിട്ടുന്ന ഈ പണം തനിക്ക് വന്നു ചേരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് നേരിട്ട് തനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മറ്റൊരാളുമായി കൂട്ടുകൂടി അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ പണം തട്ടിയെടുക്കുകയും ആ തട്ടിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞ വിക്ടിം, ഇപ്പോ ഇദ്ദേഹം കൊല ചെയ്തു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സ്വത്തിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് നടത്തുമ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ പ്രത്യേകതയാണ്. അവരതിന് അവനൊരു മടിയും ഒന്നും ഉണ്ടായിരിക്കില്ല. ഒട്ടും ലാക്ക് ഓഫ് എംപതി, അത് ജനറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ ഒരു പ്രത്യേക ലാക്ക് ഓഫ് എംപതി ഒട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെ ഒരു ഓർമ്മകളും ഉണ്ടായിരിക്കില്ല അവർക്ക്.
ഒരു സങ്കടങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മളൊക്കെ സാധാരണക്കാർക്ക്, നമ്മളെ പോലുള്ള എന്താ പറയാ, ഹൃദയമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം, ഓർമ്മകൾ, ഇതൊന്നും ഇവർക്ക് ഉണ്ടാകില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണോ അത് നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ അവർക്ക് തടസ്സമല്ല. അപ്പൊ മുൻപ് പറഞ്ഞ സ്ത്രീകളുമായി കൂട്ടുകൂടി അവരുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ നിലനിൽക്കുകയും ഏതൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അവർ എതിര് നിൽക്കുന്നുവോ അപ്പോൾ അവരെ വകവരുത്തുകയും ചെയ്യുന്നതാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗ് ഇദ്ദേഹത്തിന്റെ എടുത്തു നോക്കുമ്പോൾ, മോഡസ് ഓപ്പറാൻഡി എടുത്തു നോക്കുമ്പോൾ, ഈ 3 കൊലപാതകങ്ങളിലും നമുക്ക് കാണാനാകുന്നത് ഒരേ തരത്തിലുള്ളതായിരിക്കും. പിന്നെ ഇതിൽ വേറൊരു വീഴ്ച വന്നു ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോലീസ് എന്തുകൊണ്ട് മുൻപൊരു സ്ത്രീ മിസ്സായി പോയി, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊക്കെ ലഭ്യമാകുന്നത്, എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, അതെവിടെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു വ്യക്തി മിസ്സാകുമ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ്, സ്ട്രാറ്റജി ഏത് രീതിയിലുള്ളതാണ്, പോലീസ് സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഏതൊക്കെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് നമുക്ക് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം നടത്തി, ഏതൊക്കെ സ്ട്രാറ്റജി പ്രയോഗിച്ചു, എവിടെയൊക്കെ അതൊക്കെ ഫെയിലിയർ ആയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ഒരു കൊലപാതകം നടന്നത്. അല്ല, രണ്ടുമല്ല, മൂന്നാമതും അല്ല, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൊലപാതകവും ഉണ്ട്. ഐഷയുടേതും കൂടെ ചേർത്താൽ 3 കൊലപാതകങ്ങളായി.